ഞങ്ങൾ ഇന്ന് രാവിലെ ആക്ച്വലി ചക്കുവിൻ്റെ സ്കൂളിൽ പോയി ബുക്കും ബാഗും എല്ലാം വാങ്ങിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വന്ന് വീട്ടിൽ വന്നപ്പോൾ എനിക്കൊരാഗ്രഹം ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളാം ഗൈസ്. വെയിലില്ല, നല്ല മൂടിയിരിക്കുകയാണ്. നല്ല രസമുണ്ട്. എന്തായാലും ബൈക്കിൽ പോകാൻ നല്ല രസമുണ്ട്. ഇവിടെ ക്രിക്കറ്റൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഞങ്ങൾ എപ്പോഴും പോകുമ്പോൾ ഇവിടെ ക്രിക്കറ്റൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ ആൾക്കാർ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ബാംഗ്ലൂർ ഇതാണ് ഗൈസ്, ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിലൊക്കെ. ഈ ഏരിയ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് അരീക്കര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇപ്പം ഞങ്ങളാണെങ്കിൽ ചുമ്മാത് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ എവിടുന്നേലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അവധി ആയതുകൊണ്ട് ഔട്ട്സൈഡിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. ഇവിടെ രാവിലെ തൊട്ട് നല്ല മഴക്കാറും ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ കൊടുങ്കാറ്റ് കൂട്ടുള്ള കാറ്റാണ്. മഴ പെയ്യുന്നൊന്നും ഇല്ല, കാറ്റ് മാത്രം. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ റോഡ് സൈഡിൽ പൂവൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സാധാരണ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ ഫുള്ള് പൂക്കടയും പച്ചക്കറിയും ഒക്കെ ഇങ്ങനെ ഈ ഉന്തുവണ്ടി ഇല്ലേ, അങ്ങനെയുള്ളതേ വരുന്നതാണ്. ഈ സൈഡിൽ നോക്കുക, ഫുള്ള് മാങ്ങകളാണ് കേട്ടോ. പല ടൈപ്പ് മാങ്ങകൾ ഫുള്ള് വെക്കാൻ വെച്ചേക്കുകയാണ്. പിന്നെ നമ്മുടെ സവോള എത്ര? 5 കിലോ 100 രൂപയുള്ളൂ കൈസ്. സവാളയ്ക്ക് ഇങ്ങനെ 5 കിലോ 100 രൂപ. നമ്മുടെ നാട്ടിൽ എത്ര രൂപയാണ്? ചില സ്ഥലത്ത് 5 കിലോ കാണും, ചില സ്ഥലത്ത് 3 കിലോ 100 രൂപയ്ക്ക്. ഞങ്ങൾ ആ 3 കിലോ 100 രൂപയുള്ളിടത്തു നിന്നാണ് ഞങ്ങളുടെ അടുത്ത് കിട്ടുന്നത്. അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. 5 കിലോ ഒക്കെ വാങ്ങിച്ചാൽ നമുക്ക് അങ്ങനെ അത്രയും ചിലവില്ലല്ലോ. അപ്പോൾ 3 കിലോ ഒക്കെ വാങ്ങിച്ചാലും കുറേ നാൾ നിൽക്കും. അങ്ങനെ ഞങ്ങൾ സിഗ്നലിൽ വന്നു ഗൈസ്. ഈ സിഗ്നൽ ഓൺ ആക്കാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും അടുത്ത സിഗ്നലിലായി ഗൈസ്. ഇത് മടിവാള എന്ന് പറഞ്ഞ സ്ഥലത്താണ്. BTM ലേഔട്ട്, BTM ഒക്കെ ഇല്ലേ, മടിവാള ആയിട്ടില്ല, BTM ആണ് ഇത്. BTM ലേഔട്ട്. ഇവിടെ നിന്ന് ഇച്ചിരി കൂടെ പോയാൽ മതി ഞങ്ങളിപ്പം പറഞ്ഞ കടയിലോട്ട്. കണ്ടോ ഗൈസ്, ഈ താത്താട്ടി എന്ന് പറഞ്ഞ കട കണ്ടോ? ഇത് മുത്ത് ഡിസൈൻ ചെയ്ത കടയാണ്. അതിന്റെ അഹങ്കാരം ഒന്നും മുത്തിനില്ല. ഞങ്ങൾ ഏകദേശം ഡെസ്റ്റിനേഷൻ ആകാറായി ഗൈസ്. ഇപ്പൊ എന്റെ ഡൗട്ട് ചട്ടിച്ചോറ് ശരിയായി കാണുമോ എന്നാണ്. അവിടെ എല്ലാ ദിവസവും അത് കിട്ടും. അതെന്താടാ? ആണോ? നീ ഇത് പറയാനേ ഗൈസ്. അങ്ങനെ ഞങ്ങള് ആ സ്ഥലം, ഈ സ്ഥലം മടിവാള ഇതാണെങ്കിൽ ഫുള്ള് മലയാളികളാണ് ഗൈസ്. ഈ ഏരിയയിലോട്ട് വന്നാൽ നമ്മളെന്തോ കേരളത്തിൽ പോയ ഒരു ഫീലിങ്സാണ്. കാരണം ഫുൾ മലയാളികളും PGകളൊക്കെയാണ്. അപ്പം നമ്മുടെ ആവേശം സിനിമയില്ലേ, സിനിമയ്ക്കകത്ത് ആ ചെറുക്കന്മാർ താമസിക്കുന്ന സ്ഥലമില്ലേ, അത് കൂട്ടുള്ള സ്ഥലമാണ് ഇവിടെ. അപ്പം ഇച്ചിരി അങ്ങോട്ട് അകത്തോട്ട് ചെന്നാൽ ഫുള്ള് തിരക്കായിരിക്കും. ഒരു കൊച്ചിനെ തന്നെ അയാൾ പുറകിലിരുത്തിക്കൊണ്ട്, ചക്കുവിനേക്കാളും കുഞ്ഞു കൊച്ച് നോക്ക് പിടിച്ചിരിക്കുന്ന കണ്ടോ. ഇവിടെ 2 സൈഡിലും ഫുള്ള് തുണിക്കടയും ഫുഡ് കടയും ഒക്കെയാണ്. ഇപ്പം ഉച്ച ആയതുകൊണ്ടാണ് തോന്നുന്നു മലയാളീസിനെ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ ഈവനിങ് ടൈമിലൊക്കെ വന്നാൽ പിന്നെ ഇവിടെ മലയാളികളെ തട്ടി നടക്കാൻ പറ്റത്തില്ല. അതുകൂട്ടാണ്. മഴക്കാറുണ്ട് ഗൈസ്, പക്ഷെ മഴ പെയ്യുമെന്ന് തോന്നില്ല. ഇത് കണ്ടോ, ഇവിടെ ഒരു കാളയുടെ മണ്ടയ്ക്ക് അമ്മച്ചി കൊണ്ടുവരുന്നുണ്ടോ? അല്ലേ അമ്മച്ചി, നാളിൽ ഈ കാളയാണെങ്കിൽ ഒരുത്തരെ തെള്ളിയിട്ടായിരുന്നു. പണി പാളി ഗൈസ്. ഞങ്ങൾ വന്ന കടയാണെങ്കിൽ അടച്ചിട്ടേക്കുന്നു. ഇവിടെ അടുത്ത ആകാറായപ്പോഴാണ് മുത്ത് പറഞ്ഞത്. മുത്ത് ഓഫീസിൽ പോയിട്ട് വരുന്ന വഴിയാണിതേ. ആ കട 2 ദിവസം മുത്ത് വന്ന വഴിക്ക് അടവായിരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വെച്ചൊന്നും പറഞ്ഞില്ല. കടയുടെ ചോട്ടിലാകാറായപ്പോൾ പറയുമ്പോൾ അത് 2 ദിവസമായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു.
എന്തോ കൊടുക്കും ഗൈസ്. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് ഗൈസ് പ്രശ്നം. ഇവിടെ വേറെ കുറെ മലയാളി കടകളൊക്കെ ഉണ്ട്, പക്ഷേ പക്ഷെ അതൊന്നും ഇപ്പൊ ഓപ്പൺ അല്ല. അതാണ് നോക്കട്ടെ ഇനി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കൊട്ടാരം എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് വന്നത്, പക്ഷേ അത് അടച്ചിട്ടേക്കുന്നത് കൊണ്ട് ഇവിടെ അടുത്ത് വേറൊരു കടയുണ്ട്, മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട്. അവിടോട്ട് ഒരു 4 മിനിറ്റേ ഉള്ളൂ ഇവിടെ നിന്ന്. അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ചട്ടിച്ചോറ് കിട്ടുമെന്ന് അറിയത്തില്ല, കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ ചട്ടിച്ചോറൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ഫുഡെല്ലാം നല്ലതായിരുന്നു കൊട്ടാരത്തിൽ. ഇനി അതങ്ങനെ അടച്ചു പൂട്ടാൻ പോവാണോ എന്നും അറിയത്തില്ല. ഇപ്പം കുറച്ച് ദിവസമായിട്ട് അത് അടച്ചിട്ടേക്കുവാണ്. വലിയൊരു ആൽമരം കണ്ടോ ഗൈസ്. ഞങ്ങൾ മുത്തശ്ശിയിലോട്ട് തപ്പിപ്പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശി ഇനി എവിടെയാണെന്ന് എനിക്കറിയില്ല. പണ്ടൊരു വട്ടം ഞങ്ങൾ വന്നായിരുന്നു, പക്ഷെ അന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ബാംഗ്ലൂർ വന്ന സമയത്തായിരുന്നു. പക്ഷെ ഇപ്പം ആ വഴിയൊന്നും എനിക്ക് ഓർമ്മയില്ല. മഴക്കാറുണ്ട്, ചെറിയ മഴ പൊടിക്കുന്നുമുണ്ട്. പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കടയിലെത്തി ഗൈസ്. ഇതാണ് മുത്തശ്ശീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മേളിൽ കാണുന്ന കടയാണേ. ഞങ്ങൾ പോയി ഇനി കഴിക്കാൻ വേണ്ടി പോട്ടെ. ഞങ്ങൾ അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചു റോഡ് സൈഡിൽ തന്നെ. ഞങ്ങൾ അകത്തോട്ട് പോയി കയറട്ടെ. അത് ഇതിൽ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ എന്താ കഴിക്കുന്നതെന്ന് ഞാൻ കാണിക്കാം. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഞങ്ങൾ മീൽസാണ് പറഞ്ഞത്. നല്ല ഇതായിരുന്നു കേട്ടോ. ഫുഡും കൊള്ളായിരുന്നു. നമ്മളൊരു എന്താ ഫ്രൈ ആയിരുന്നത്, കിളിമീൻ ഫ്രൈയും പിന്നെ ഒരു കക്ക ഫ്രൈയും കഴിച്ചു. അത് ചെമ്പല്ലി അല്ലേ കിളിമീൻ എന്ന് പറയുന്നത്. അപ്പം സൂപ്പറായിരുന്നു. ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് പോവാണ്. നല്ല മഴക്കാറ് വരുന്നുണ്ട്. ചക്കവലക്കാതെ നല്ല മഴക്കാറ് വരുന്നുണ്ട്. ഞങ്ങൾ പോട്ടെ. ഇടയ്ക്ക് വല്ലതും മഴ പെയ്യുമോന്നറിയില്ല. എന്തായാലും ഞങ്ങൾ പോവാം. ഗൈസ് അങ്ങനെ ചക്കുവിൻ്റെ മുടി വെട്ടി. ചക്കുവിൻ്റെ ലുക്ക് കണ്ടോ ഗൈസ്. ചക്കു സൈഡ് കാണിച്ച് അങ്ങോട്ട്. ചക്കുവിൻ്റെ സൈഡ് കണ്ടോ. സൈഡിൽ ലൈനൊക്കെ ഇട്ടു. അടുത്തത് മുത്തിൻ്റെ മുടി വെട്ടാൻ കയറിയിട്ടുണ്ട്. എന്തായാലും അതും ഇനി 1 മണിക്കൂർ എടുക്കും. ഒന്ന് ഇവൻ്റെ ആണെങ്കിൽ ജെല്ലൊക്കെ തേച്ച് സ്പ്രേ ഒക്കെ അടിച്ച് മേപ്പോട്ടാക്കി വെച്ചേക്കുക. വീട്ടിൽ ചെന്ന് കുളിപ്പിക്കുമ്പോൾ ഇത് മൊത്തം പോകും. മുത്തും തണ്ട് ഇങ്ങനെ വഴി ഇടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചക്കുവിൻ്റെ മുടി വെട്ടിക്കഴിഞ്ഞപ്പം ഇവിടുത്തെ ഒരു രീതിയാണെങ്കിൽ ചക്കുവുമായിട്ടുള്ള ഫോട്ടോ എടുപ്പാൻ നോക്ക്. കുറേ നേരമായി തുടങ്ങിയിട്ട് ഇതുവരെ നിർത്തിയിട്ടില്ല. ചക്കുവിന് മടുത്തെന്നാ തോന്നുന്നത്. ചക്കു നേരെ നോക്കാൻ. അവർ കുറേ നേരമായി ചക്കുവിനമായിട്ട് ഫോട്ടോ എടുപ്പ്. ഇവിടെ മുത്തിൻ്റെ വെട്ടുന്നതേ ഉള്ളൂ കണ്ടോ ഗൈസ്. അങ്ങനെ മുത്തിൻ്റെയും ചക്കുവിൻ്റെയും എല്ലാം മുടി വെട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ വൈകുന്നേരമായി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.